അമേരിക്കൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വിശ്വാസ്യതയും അറ്റോർണി ജനറലുമായ പാം ബോണ്ടിയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. തന്റെ ഭരണകൂടത്തിലെ ഏറ്റവും നിർണായകമായ പദവികളിലൊന്നിൽ ട്രംപ് നടത്തിയ ഈ അപ്രതീക്ഷിത മാറ്റം വാഷിംഗ്ടണിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വൈറ്റ് ഹൌസിനുള്ളിൽ നടന്ന അതീവ രഹസ്യമായ ചർച്ചകൾക്കൊടുവിലാണ് പാം ബോണ്ടിയെ നീക്കാൻ തീരുമാനമായത്. ബോണ്ടിയുടെ പ്രവർത്തന രീതിയിൽ പ്രസിഡന്റ് ട്രംപ് പ്രകടിപ്പിച്ച കടുത്ത അതൃപ്തിയാണ് ഈ പുറത്താക്കലിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് സൂചന. ഈ നാടകീയമായ പുറത്താക്കലിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് ലോകത്തെ ഞെട്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ കേസ് തന്നെയാണ്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ കേസുകളിലെ അന്വേഷണ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പാം ബോണ്ടി വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ലെന്നും വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സുതാര്യത കുറവായിരുന്നുവെന്നും ഭരണപക്ഷത്തിനുള്ളിൽ തന്നെ വിമർശനമുയർന്നു. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ നീതിന്യായ വകുപ്പ് പുലർത്തിയ മൃദു സമീപനം ട്രംപിനെയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളെയും പ്രകോപിപ്പിച്ചു. എപ്സ്റ്റീൻ കേസിലെ വിവരങ്ങൾ പുറത്തുവരുന്നത് പല പ്രമുഖർക്കും രാഷ്ട്രീയമായി തിരിച്ചടിയാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ബോണ്ടി പരാജയപ്പെട്ടു എന്നതാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള നിയമ നടപടികളിൽ അറ്റോർണി ജനറൽ കാണിച്ച മെല്ലെപ്പോക്കും ട്രംപിന്റെ ക്ഷമ നശിപ്പിച്ചു. പരസ്യമായി ബോണ്ടിയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നെങ്കിലും പാം ബോണ്ടിയുടെ നേതൃത്വത്തിലുള്ള നീതിന്യായ വകുപ്പിന്റെ ആശയവിനിമയ തന്ത്രങ്ങൾക്കും വീര്യം കുറവാണെന്ന പരാതി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആത്യന്തികമായി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളും നീക്കങ്ങളുമാണ് ബോണ്ടിയുടെ കസേര തെറിപ്പിക്കാൻ കാരണമായ അവസാന ഘടകമായി മാറിയത്. പാം ബോണ്ടിയുടെ വിടവാങ്ങലോടെ താൽക്കാലികമായി ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചിന് പദവിയുടെ ചുമതല നൽകിയിട്ടുണ്ട്. എന്നാൽ അടുത്ത അറ്റോർണി ജനറലായി ഈ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അഡ്മിനിസ്ട്രേറ്റർ ലീ സെൽഡിനെ നിയമിക്കാനാണ് ട്രംപ് ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കും നയങ്ങൾക്കും അനുസൃതമായി കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ട്രംപ് ഇപ്പോൾ തിരയുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പിൽ വലിയ തോതിലുള്ള നയപരമായ മാറ്റങ്ങൾക്കും ഈ സ്ഥാനചലനം കാരണമായേക്കും.